അങ്ങനെ ഗോകർണയിൽ നമ്മൾ സ്റ്റേ ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ തന്നെ മിർജാൻ എത്തിയേട്ടാ. മിർജാൻ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ കാണുന്നത് തിരക്കൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴ. എന്താ ചെയ്യുക, നമ്മൾ കൊണ്ടെടുത്തിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഈ ചെറിയ ബാഗിനുള്ളിൽ എല്ലാ സാധനവും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എന്നിട്ട് രാവിലെ തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മഴ വന്നു, അപ്രതീക്ഷിത മഴ വന്നു. അപ്പോൾ നമ്മൾ ഹോട്ടലിലേക്ക് ഒരു ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മളൊരു ചെറിയ തട്ടുകടയിൽ കയറിയപ്പോഴേ ഈ 4 പൂരി മസാലക്കറിയും പിന്നെ വേറൊരു കറിയും കൂടി തന്നു. എല്ലാം കൂടി ആകെ 30 രൂപയായിട്ടുള്ളൂ. എന്താല്ലേ അടിപൊളി കുശാലായിട്ട് നമ്മൾ 4 ചപ്പാത്തിയും കഴിച്ചിട്ട് മഴയും ആസ്വദിച്ചിട്ട് ഇങ്ങനെ ജോൺസൺ മാഷിൻ്റെ പാട്ടും കേട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. മഴ മാറിയിട്ട് ബസ് വന്നാലല്ലേ പോകാൻ പറ്റുള്ളൂ. പക്ഷെ മഴ വിടണ ലക്ഷണമില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെയും കുട പിടിച്ചിട്ട് നേരെ അങ്ങോട്ട് നടക്കാൻ തുടങ്ങിയിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് നടന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് മിർജ സ്റ്റാൻഡിലേക്ക് നമുക്ക് പിന്നെ അടുത്ത് ഇത് കിട്ടും, ബസ് കിട്ടും. എന്നിട്ട് വേണം അതിലേക്ക് കയറി പോകാനായിട്ട്. അങ്ങനെ മിർജാനിൽ ഇറങ്ങി സമാധാനമായി. മഴയൊന്നുമില്ല, ക്ലിയർ ആയിട്ടുള്ള ആകാശം. എന്നാലും വെറുതെ അങ്ങോട്ട് കയ്യിൽ പിടിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് കൊടയി എടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ സുഹൃത്തുക്കളെ. അതേ പൊട്ടിച്ചൊരിയണ മഴയായി. എൻ്റെ പൊന്നെ നോക്കിയത് എന്താല്ലേ. റോട്ടിലാണെങ്കിൽ ഒരു മനുഷ്യനും ഇല്ല, അറിയാത്ത സ്ഥലവുമാണ്. നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരു കുടയും ഉണ്ട്, ആകാണെങ്കിൽ ഇപ്പോൾ നല്ല മഴയും. എന്താ ചെയ്യുക, മുന്നോട്ട്. നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഓഫ് സീസണിലാണ്, അതൊന്നും വിഷയമേ അല്ല. നമ്മൾ സ്ഥലങ്ങളല്ല വന്നിരിക്കുന്നത്. പക്ഷേ ഓഫ് സീസൺ ആണെങ്കിൽ പോലും ചില സ്ഥലങ്ങളൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മിർജാൻ ഫോർട്ട് ക്ലോസ്ഡ് അല്ല എന്നാണ് അറിഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം അങ്ങോട്ടേക്ക് പോകുന്നത്. നെക്സ്റ്റ് യാന കേവ് ആൻഡ് വിഭൂതി ഫോൾസ്. ലെറ്റ്സ് സീ. ഒരു ചേട്ടൻ വരുന്നുണ്ട്, നമുക്ക് ഈ ചേട്ടനോടൊന്ന് വഴി ചോദിക്കാം. അണ്ണേ ഫോർട്ട് മിർജാൻ. ഫോർട്ട് സ്ട്രേറ്റ്. ഓക്കെ, താങ്ക് യു. ഈ നിൽക്കുന്ന പശുക്കൾക്കിടയിലൂടെ നിങ്ങൾക്ക് കാണുന്നില്ലേ, അതാണ് ഫോർട്ട് മിർജാൻ. പോകാം. ഞാൻ പ്രതീക്ഷിച്ചതിലും അടിപൊളിയായിട്ട് ഇത്രയും ഞാൻ വിചാരിച്ചില്ല. നമ്മൾ വന്നതും ബാഗൊന്നും ഉള്ളിൽ കയറ്റാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ബാഗ് നമ്മൾ ഫ്രണ്ടിലെ ചായക്കടയിൽ വെച്ചു. ടിക്കറ്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ASI ആർക്കിയോളജിക്കൽ സർവേയുടെ അണ്ടറിലുള്ള നേരിട്ടുള്ള ഇതാണെങ്കിൽ പോലും ഒരു ടിക്കറ്റോ 10 ടിക്കറ്റ് പോലും ഇല്ല. നമ്മൾ കയറി അങ്ങനെ വലിയ ക്രൗഡോ കാര്യങ്ങളോ ഒന്നുമില്ല, ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ. പക്ഷേ നല്ല സ്ഥലമാണ്. നമ്മൾ കയറുമ്പോൾ തന്നെ കുറച്ച് പേര് കൂടി വരുന്നുണ്ടായിരുന്നു ഉള്ളിലേക്ക്. നോക്കിയേ ആ വ്യൂ നോക്ക്. നമ്മുടെ പാലക്കാട് കോട്ടയുടെയൊക്കെ എമ്മാതിരി അതിനേക്കാളും കിടിലനായിട്ടുണ്ട് അല്ലേ. നല്ല വ്യൂ. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് ഞാൻ പതുക്കെ ഇങ്ങോട്ട് കയറാൻ തുടങ്ങി. ഇപ്പോൾ കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്ര ആൾക്കാരുണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ വലിയ ആൾക്കാരൊന്നും ഇല്ല, കുറച്ച് പേര് ഫ്രണ്ടിലുണ്ട്. ഇനി ഉള്ളിൽ കയറിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് അറിയാനും പറ്റില്ല. പക്ഷേ വന്നത് മുതലായി. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കുറച്ച് ഫാമിലീസ് ഉണ്ട്. പക്ഷേ നമുക്ക് എന്താ പറയുക, നല്ല ഒരു ഇതായിരുന്നു കേട്ടോ. ഒരു രൂപ പോലും ചിലവില്ല. നമുക്ക് ഇത്രയും നല്ലൊരു സ്ഥലം ഞാൻ സത്യം പറഞ്ഞാൽ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതേ ഇല്ല. കുറേയൊക്കെ നമുക്ക് കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് എൻട്രി ഇല്ല എന്നുള്ളത് കാണിക്കാനായിട്ട്. കാരണം ഒന്നാമത് ഞാൻ പറഞ്ഞില്ല, മഴയുള്ളതാണ്, ഓഫ് സീസണാണ്. വഴുക്കലെങ്ങാനും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ പോലും ഇല്ല തിരിച്ച് നോക്കാനായിട്ട്. പക്ഷേ ഈ വ്യൂകളൊക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും വർത്താണ് വന്നതെന്നുള്ളത്. ഒരു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളിത് കണ്ടിരിക്കേണ്ടതാണ് കേട്ടോ. എത്രയോ ഏക്കർ കണക്കിന് സ്ഥലമാണ് കേട്ടോ. എത്ര ഇതാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് മനസ്സിലാവും. അത്രയും സ്ഥലമാണ്. ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ജസ്റ്റ് എല്ലാം പോസിബിളായിട്ട് മറ്റേ നല്ല രീതിയിലല്ലേ കയറുന്നത്, അതായത് പ്ലാസ്റ്റിക്കോ കാര്യങ്ങളൊന്നും കൊണ്ടുവരുന്നില്ലല്ലോ എന്നൊക്കെ അറിയിക്കാനായിട്ട്, എന്നൊക്കെ ശ്രദ്ധിക്കാനായിട്ട് മാത്രം ഒരു സെക്യൂരിറ്റി ഫ്രണ്ടിലുണ്ട്. പിന്നെ നമുക്ക് ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ക്ലീനിങ്ങും ചെയ്യാനൊക്കെ ആയിട്ടുള്ള കുറച്ച് സ്റ്റാഫുകൾ മാത്രമേ വരുന്നുള്ളൂ. അല്ലാതെ വേറെ ഒന്നും നമുക്കിവിടെ ഇല്ല. കുഴി കണ്ട, ഒളിഞ്ഞിരുന്ന് തോക്ക് കൊണ്ട് വെടിവെക്കാനുള്ള സ്ഥലം. ഇവിടെ പല സ്ഥലത്തും ഇവർ എൻട്രിയൊക്കെ അടച്ചു വെച്ചിരിക്കുക കേട്ടോ. അടച്ചു വെക്കുക ഇൻ ദ സെൻസ് മുമ്പ് ഉണ്ടായിരുന്നത് പൊളിഞ്ഞു പോയതുകൊണ്ട് കണ്ടോ. ഇതൊക്കെ അല്ലെങ്കിൽ അപ്പുറത്തുകൂടി പോകേണ്ടതൊക്കെയാണ്. ഇത് കഴിഞ്ഞു. കോട്ടയുടെ അവസാനമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് ചുറ്റുമതിലാണ്. ഓക്കെ, എന്ത് വലിയ കിണറത്, ഇടലം കിണർ. ഇതെല്ലാം കുറേ സ്ഥലം അറ്റം വരെയുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അറ്റത്ത് അത് വരെ ഇടലം കോട്ട. സൂപ്പർ. ഇത്തിരി മെയിൻ്റെനൻസ് ചെയ്തിരുന്നെങ്കിൽ, ഈ പുല്ലൊക്കെ ഒന്ന് ഇത്തിരിയൊക്കെ ക്ലീൻ ചെയ്ത് ഒരു 10 രൂപ എൻട്രി ഫീസ് വാങ്ങിച്ചാലും കുഴപ്പമില്ല. 10 രൂപ കൂടുതൽ വാങ്ങിക്കരുത്. നമ്മളിത് എടുക്കുന്ന സമയത്ത് നോക്കിയേ, ഇതേ നമ്മളൊരു സ്ഥലത്ത് കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ല കേട്ടോ. നമ്മളും മാത്രമേ ഉള്ളൂ. എന്തല്ലേ. എന്നിട്ട് ബാഗ് വെച്ച കടയിൽ നമ്മൾ കുറേ നേരം ബാഗ് വെച്ചതല്ലേ, എന്നാൽ പിന്നെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായയും കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്നൊരു 5 രൂപയുടെ 5-6 പാക്കറ്റ് ലൈസും ചിപ്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനിയിപ്പോൾ എവിടെ പോയാൽ കട ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. അത് വാങ്ങിച്ചു. നല്ല ആംബിയൻസ് കേട്ടോ. നോക്കിയേ. അങ്ങനെ നമ്മുടെ മിർജാൻ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് യാന ഫോർട്ടിലേക്ക് പോകാനായിട്ട് കുംത ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നു. താങ്ക്സ് അല്ലേ.